ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല നാടൻ സ്റ്റൈലിലുള്ള കപ്പപ്പുഴുക്കും പിന്നെ ചിക്കൻ കറിയാണ്. അതെ, ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങും അല്ലേ? സിറ്റിയിൽ എന്തൊക്കെ വെറൈറ്റി ഫുഡുകൾ കഴിച്ചാൽ പോലും നാട്ടിലെ ആ ഒരു നാടൻ സ്റ്റൈലിലെ ചിക്കൻ കറിയും പിന്നെ കപ്പയും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വാദും അതിൻ്റെ ഒരു മനസ്സുഖം വേറെ തന്നെയാണ്. അതായത് വീട്ടിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ആ ഒരു ദിവസത്തിനായി കാത്തു നിൽക്കും. എപ്പോഴാണ് അവധി കിട്ടുന്നത്, എപ്പോഴാണ് ഒന്ന് വീട്ടിൽ ചെന്ന് ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നതെന്ന് അല്ലേ? എന്തായാലും കപ്പ നമ്മൾ മലയാളികളുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ അമ്മയുണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായ കപ്പപ്പുഴുക്കും പിന്നെ ചിക്കൻ കറിയാണ് കാണാൻ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ കപ്പ ചെറുതായിട്ട് കൊത്തി നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഈ ഒരു കപ്പ ഇട്ട് വേവിച്ചെടുക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ മഞ്ഞളും പിന്നെ ഉപ്പും മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ. കപ്പ പുഴുക്കാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കപ്പ നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. കപ്പ ഇവിടെ വേകുമ്പോഴേക്കും ഇതിനാവശ്യമുള്ള തേങ്ങയും പിന്നെ മറ്റു സാധനങ്ങളും നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു ഫുൾ തേങ്ങയാണ് നമ്മളിവിടെ ചിരണ്ടിയെടുക്കുന്നുള്ളത്. ആദ്യം കപ്പ മഞ്ഞൾ വിട്ട് വേവിച്ചത്, പച്ചക്കപ്പ കൊത്തി ചെറുതായിട്ട് കൊത്തി ഒരു 4-5 പ്രാവശ്യം കഴുകി വാരി തിളച്ച വെള്ളത്തിൽ ഇട്ട് വെന്ത് വേവിച്ച കപ്പയായത്. അപ്പം ഈ കപ്പ കണ്ടില്ല, കപ്പ വെന്ത് മാറ്റി വെച്ചിരിക്കുകയാണ്, നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഓരോന്നായി അമ്മ നമുക്ക് കാണിച്ചു തരും. തേങ്ങ ചിരവിയത്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ചെറിയ ഉള്ളി, മുളക് നമ്മുടെ എരിവിന്റെ ഒരു ആവശ്യത്തിനനുസരിച്ച്. ഇതിപ്പോ ഒരു 8 പേർക്ക് കഴിക്കാനുള്ള വലിയൊരു കുടുംബമാണ്. 3 കിലോ കപ്പയ്ക്കോളം ഇത്രയും മുളകും ഒരു 12-13 പച്ചമുളക്, എരിവിനനുസരിച്ച് മുളക്, പിന്നെ ചെറിയ ജീരകം, വെളുത്തുള്ളി, ലേശം മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതുകൊണ്ട് ഇത് എല്ലാം കൂടെ ഇനി ഒന്ന് ചതച്ചെടുക്കുക. വെളുത്തുള്ളി കുറച്ച് മതി. ഇത് വെളുത്തുള്ളിയും ജീരകവും ചേർക്കുന്ന നമുക്ക് കപ്പ കഴിക്കുമ്പോൾ വായുവിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാനാണ്. വായു ആണല്ലോ കപ്പ, അതുകൊണ്ട് വെളുത്തുള്ളിയും ജീരകം ചേർക്കണം. ഇനി നമുക്ക് ഉപ്പും മുളകും കൂടെ ആദ്യം ഒന്ന് ചതയ്ക്കാം. ആദ്യം വെറും മുളകും പിന്നെ ഉപ്പും മാത്രം തന്നെ അരയ്ക്കും. കണ്ടില്ല, മുളകും ഉപ്പും കൂടി അരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമുക്കിനി ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്നുകൂടെ അരയാം. അപ്പൊ അത് നല്ലോണം ഒന്ന് അരഞ്ഞെടുക്കാം. തേങ്ങ കുറച്ച് കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. തേങ്ങ ഇനി ഒന്നുകൂടെ ഒന്ന് ഇട്ടിട്ടെടുക്കാം. ചെറിയ മിക്സി ജാർ ആയതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഇട്ടെടുക്കാം. ഇത്ര മതി. കണ്ടില്ല, ജസ്റ്റ് ഒരു തിരി മാത്രം തിരിച്ചാൽ മതി. ജസ്റ്റ് നല്ല രീതിയിൽ വെന്ത് ഇരിക്കുന്ന ആ കപ്പയിലോട്ടേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി ഈ അരപ്പും പിന്നെ കപ്പയും കൂടി നല്ല രീതിയിലൊന്ന് ആവി പിടിക്കുന്നത് പോലെ നമ്മൾ വേവിച്ചെടുക്കണം. കപ്പ ആൾറെഡി വെന്തിരിക്കുന്നത് കൊണ്ട് ഒത്തിരി നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ആവി കയറുന്നത് വരെ മൂടി വെച്ച് വേണം നമ്മൾ വേവിക്കാൻ. അരപ്പൊന്ന് ആവി കയറി ഇനി ഒരു 5 മിനിറ്റേക്ക് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ട് വെച്ചാൽ മതി. ഒരു കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി എടുക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ഇനി ആവിയൊക്കെ കയറി, ഇനി ആവിയൊക്കെ മണ്ടേ വരാൻ തുടങ്ങിയോ? ആവിയൊക്കെ മണ്ടേ വരാൻ തുടങ്ങി. അതെ അതെ. ഇനി നമുക്ക് ഇളക്കാം. ഇനി തീ ഓഫാക്കിയിട്ട് ഇനി ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പൊ ഇങ്ങനെ നല്ലോണം കുഴയ്ക്കണം. അരപ്പും എല്ലാം എല്ലായിടത്തും പറ്റുന്നത്, എല്ലായിടത്തും അതിന്റെ രുചിയും വെളുത്തുള്ളിയും ഉള്ളിയുടെയും കരിയാപ്പിലയുടെയും ഒക്കെ. അപ്പം നല്ല രീതിയിൽ ഉടഞ്ഞു കുഴഞ്ഞിട്ടുള്ള നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാനായി നമുക്കിനി നല്ല നാടൻ സ്റ്റൈൽ ചിക്കൻ ഗ്രേവിയും കൂടി ഉണ്ടാക്കാം. അപ്പം ചിക്കൻ നല്ല രീതിയിൽ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം കുക്കറിൽ ഇട്ടേക്കുന്ന എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വിശന്ന് തുടങ്ങി ഒത്തിരി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വിസിൽ നമ്മൾ ആദ്യം അങ്ങനെ തന്നെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഒരു സ്മോൾ ടിപ്സ് ആണിത്.
നമ്മൾ കുക്കർ കൊണ്ട് ഒന്ന് കൂവിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാം. അപ്പം കുക്കറിൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. ജസ്റ്റ് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. അങ്ങനെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആൾറെഡി ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം കഴിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. കണ്ടില്ലേ, പേസ്റ്റ് ഈ ഒരു അളവിന് ഗ്രൈൻഡ് ആയാൽ മതി. ഇനി നമുക്ക് നല്ല ടേസ്റ്റിയായ ചിക്കൻ കറി ഉണ്ടാക്കാം. ദേ കണ്ടില്ലേ, ഹരി എന്തോ കാര്യമായിട്ടുള്ള ജോലി തിരക്കിലാണ്. അപ്പം ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം എണ്ണ നല്ല രീതിയിൽ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പിന്നെ പച്ചമുളകും ചേർക്കാം. ഇനി ഈ സവോള നല്ല രീതിയിൽ നമ്മൾ വാട്ടിയെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ആ പച്ചമണമൊക്കെ പോയി നല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം നമ്മൾ വാട്ടിയെടുക്കാനായിട്ട്. എന്നാൽ നമുക്ക് ഈ കറി കുറച്ച് ദിവസം കൂടി വെക്കാൻ പറ്റും. അപ്പം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വരട്ടണം. കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല ആ ഒരു സ്മെല്ല് വന്നു തുടങ്ങി. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത ഉടനെ ആ ഒരു ഫ്ലേവറിൻ്റെ നല്ല ഒരു സ്മെല്ല് വന്നു തുടങ്ങി. അപ്പം കണ്ടില്ലേ, നല്ല രീതിയിൽ വരണ്ടിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് വരട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ മസാല പൊടികൾ എന്തൊക്കെയാണ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇനി വരട്ടണം. അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് അവിടെ തന്നെ സൈഡിലാക്കി നടുക്കൊരു കുഴി ഉണ്ടാക്കി കൊടുക്കണം. അപ്പം അവിടേക്ക് ഈ എണ്ണയൊക്കെ വന്ന് നിൽക്കുമല്ലോ, അതിലേക്ക് വേണം നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ആ എണ്ണയ്ക്കകത്ത് നല്ല രീതിയിലൊന്ന് പൊടിയൊക്കെ നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റും. ആ പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നല്ല രീതിയിൽ നമ്മൾ എണ്ണയിൽ വരട്ടിയെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ആൾറെഡി നല്ല രീതിയിലൊന്ന് വേവിച്ചത് കൊണ്ട് ഇനി ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മസാലയ്ക്കൊപ്പം നമ്മളത് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ഇങ്ങനെ ആദ്യം തന്നെ വേവിച്ചെടുക്കണോ എന്നൊന്നുമില്ല. ഇത് പെട്ടെന്നാവാനുള്ള ഒരു സ്മോൾ ടിപ്സാണ്. നമ്മൾ വേണമെങ്കിൽ ചിക്കൻ ഡയറക്റ്റായിട്ട് ഈ മസാലയ്ക്കകത്ത് തന്നെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഹരി കണ്ടില്ല, കറിയുടെ മണം വന്നു തുടങ്ങിയത് ഓടിച്ചെന്ന് വാഴയിലൊക്കെ വെട്ടിത്തുടങ്ങി. എന്തായാലും ഇതിൽ കഴിക്കുമ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ആ ഒരു മസാലയൊക്കെ പിടിച്ച് കറക്റ്റ് വേവായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി. ഇനി ഒട്ടും വൈകിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് ചെന്ന് നമുക്ക് കഴിക്കാം. അപ്പം കണ്ടില്ലേ, എല്ലാവരും ആദ്യത്തെ ഒരു ട്രിപ്പ് ഇരുന്ന് കഴിഞ്ഞു. അപ്പം ഹരിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കപ്പപ്പുഴുക്കിൻ്റെ കൂടെ മാത്രമല്ല, ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ചെണ്ടക്കപ്പ, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറിയും കൂടി. അപ്പം മറക്കാതെ നിങ്ങളും ഉണ്ടാക്കി കഴിച്ച് ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.